കൃത്യമായിട്ട് വചനം പറയുന്നുണ്ട്, ദൈവം ഫലം പ്രതീക്ഷിക്കുന്നുണ്ടെന്നേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായമാണ് ഫലം തരാത്ത അത്തിവൃക്ഷം എന്നുള്ള തലക്കെട്ടിൽ. അതിൻ്റെ അവസാനം എങ്ങനെയാണ്? യജമാനനെ, ഞാൻ ചുവട് കിളച്ച് വളമിടാം, മേലിൽ അത് ഫലം നൽകിയേക്കും, ഇല്ലെങ്കിൽ നീ അത് വെട്ടിക്കളഞ്ഞേക്കുക. അവനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ അതിനൊത്ത ഫലം പുറപ്പെടുവിക്കണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു ദൈവത്തിൻ്റെ മനസ്സ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ തിരുവചനം ഒക്കെ പറയുന്നുണ്ട്, ഞാൻ നല്ല മുന്തിരി പ്രതീക്ഷിച്ചപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് കാട്ടുമുന്തിരിപ്പഴം തന്നത്? വിശിഷ്ടമായ മുന്തിരിയായിട്ടല്ലേ ഞാൻ നിന്നെ നട്ടത്, എന്നിട്ട് എന്തുകൊണ്ടാണ് നീ കാട്ടുമുന്തിരിയായിട്ട് മാറിയത്? തന്നോട് ചേർന്ന് നിൽക്കുന്നവൻ തനിക്ക് ചേർന്ന ഫലം പുറപ്പെടുവിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഓർമ്മപ്പെടുത്തുന്നൊരു വചനഭാഗമാണിത്. നമ്മൾ സ്നാപക യോഹന്നാൻ്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്. അതിനകത്ത് സ്നാപകൻ പറയുന്ന കാര്യം ഇതാണ്, ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. ഫലം തരാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിലാണ്. ഇതൊക്കെ നമ്മളോട് പറയണത് ഈ ജീവിതം കൊണ്ട് ഫലം പുറപ്പെടുവിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ്. മാറി നിൽക്കാൻ ഒരാൾക്കും ഒരു എക്സ്ക്യൂസും ഇല്ല. എത്ര ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്, എത്ര നല്ല ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ട്, ഒന്ന് ധ്യാനിക്കണം നമുക്ക്. അന്ത്യവിധിയിൽ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ തരുന്നുണ്ട്. ഒരു 5-6 ചോദ്യങ്ങൾ കൃത്യമായിട്ട്, ഞാൻ ദരിദ്രനായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, പരദേശിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ വചനമായിട്ടൊന്ന് കൂട്ടി വായിക്കണം. നമ്മൾ പുറപ്പെടുവിക്കേണ്ട ഫലങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മളോട് പറഞ്ഞു തരും. ഇന്നത്തെ സുവിശേഷത്തോടത് ചേർത്ത് വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ നിയോഗം എന്താണെന്ന് പറയുന്നൊരു കാര്യം കൂടി ഓർക്കണം. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം. ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് പുറപ്പെടേണ്ട കാര്യങ്ങളാണെന്നേ. ചുറ്റുമുള്ളവരിലേക്ക് ഈ സ്വർഗത്തിൻ്റെ നന്മയുടെയും സ്നേഹത്തിൻ്റെയും കരങ്ങളായി നീളാൻ പറ്റിയില്ലെങ്കിൽ, തകർന്നിരിക്കുന്നവർക്ക് സ്വർഗത്തിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുത്ത് ബലപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ, പിന്നെ എന്ത് ജീവിതമാണ്, എന്ത് ഫലമാണ് ക്രിസ്ത്യാനി പുറപ്പെടുവിച്ചെന്ന് പറയണേ? ക്രിസ്തുവിനെ അറിഞ്ഞവർ പുറപ്പെടുവിച്ചെന്ന് പറയണേ? വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് നമ്മളോട് പറയും, നന്മ, സ്നേഹം, നീതി, ദയ, ഇതടക്കമുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പുറപ്പെടേണ്ട ഫലങ്ങളാണ്. സ്വർഗത്തിൻ്റെ നന്മയായി മാറേണ്ട മനുഷ്യർ ഈ ലോകത്തിൻ്റെ മുൻപിൽ അവരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടതിന് പകരം കാട്ടുമുന്തിരി പഴങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വചനം നമ്മളിൽ സത്യമായി മാറും. കർത്താവിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഞങ്ങളെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ ചിന്തയോട് ചേർത്ത് വായിക്കേണ്ട വല്ലാത്തൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ. വലിയൊരു പ്രഭാഷണം നടത്തുമ്പോൾ പ്രശസ്തനായിട്ടുള്ളൊരു സാഹിത്യകാരൻ ഇങ്ങനെയാണ് നമ്മളെ വെല്ലുവിളിച്ച് ചോദിച്ചത്, ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കുന്നത് ആരാണ്, വിശ്വാസിയോ അവിശ്വാസിയോ? എന്നിട്ട് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നുണ്ട്, തീർച്ചയായും വിശ്വാസി തന്നെ, തീർച്ചയായും വിശ്വാസി തന്നെ. അവിശ്വാസി ദൈവമില്ല എന്ന് പറഞ്ഞ് നിലനിൽക്കുമ്പോൾ, വിശ്വാസിയാവട്ടെ ദൈവമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ദൈവത്തിനെതിരായി ജീവിക്കുന്നു, ആ ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കി ജീവിക്കുന്നു. വല്ലാത്ത ഒരു ഓർമ്മപ്പെടുത്തലും വെല്ലുവിളിയാണിത്. എത്രമാത്രം അവൻ്റെ മുഖം സുന്ദരമാക്കുന്ന വിധത്തിൽ ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചിട്ടുണ്ട്, ഞാൻ ഫലം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം ശരിക്കും. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്നൊരു വീഡിയോ പ്രിയപ്പെട്ടൊരച്ഛൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നെഞ്ചിൽ തീ കോരിയിടുന്നൊരു അനുഭവമായിരുന്നു ആ വീഡിയോ. ഒരു മനുഷ്യൻ താൻ കണ്ടുമുട്ടുന്ന മനുഷ്യരോട്, ഒരുപാട് യുവജനങ്ങളോടടക്കം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആർ യു എ ക്രിസ്ത്യൻ? നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അതേ എന്ന് പറയുന്നവരോടൊക്കെ ഇയാൾ പറയുന്നുണ്ട്, ബൈബിളിൽ നിന്നൊരു വചനം പറയാമോ?
ഇറ്റ്സ് ഹാർഡ് ടു സേ, ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യരെ ഒഴിഞ്ഞു മാറുന്നത് കാണുമ്പോൾ അത് നമ്മളെ ഭാരപ്പെടുത്താതെ തരമില്ലല്ലോ. അവൻ്റേതാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് അവനൊത്ത ഫലം പുറപ്പെടുവിക്കാൻ പറ്റാതെ മനുഷ്യരിങ്ങനെ തലയും കുനിച്ച് മാറുമ്പോൾ അതിന് നമ്മൾ കൂടി ഉത്തരവാദികളല്ലേ? അവൻ്റെ നാമം പേര് ജീവിക്കുന്ന മനുഷ്യർക്ക് അവനൊത്ത ഫലങ്ങളിൽ ഒന്നുപോലും പുറപ്പെടുവിക്കാൻ പറ്റാത്ത, ഒരൊറ്റ വചനം പോലും പറയാൻ പറ്റാതെ ക്രിസ്ത്യാനിയാണെന്നുള്ള നാമം പേര് ജീവിക്കുമ്പോൾ അതിനുള്ള കാരണം അവനിൽ വസിക്കാത്തത് കൊണ്ടായിരിക്കില്ലേ? അവൻ്റെ പേരിലാണ്, പക്ഷേ അവനിലല്ല, അവനോട് ചേർന്നല്ല. കഥകളൊക്കെ മിക്കവാറും പ്രിയപ്പെട്ട ഒരു അച്ഛൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. അച്ഛൻ ആ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു കഥ എഴുതുന്നുണ്ട്. റിട്ടേൺഡ് അൺഓപ്പൺഡ് എന്ന് പറഞ്ഞൊരു തലക്കെട്ടോടുകൂടെ ഒരു വല്യമ്മയെ കുറിച്ചിട്ടാണ്. അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ കല്ലറയിൽ എന്താണ് എഴുതി വെക്കേണ്ടതെന്നറിയാതെ മനുഷ്യർ നിൽക്കുന്ന നേരത്ത് ഒരു മനുഷ്യൻ കോറിയിടുന്ന കാര്യമാണിത്. റിട്ടേൺഡ് അൺഓപ്പൺഡ്, തുറക്കപ്പെടാതെ തിരിച്ചു പോയൊരു ജീവിതം. ഈ ഭൂമിയിലായിരുന്നപ്പോൾ നന്മയുടെയോ സ്നേഹത്തിൻ്റെയോ താൻ ജീവിച്ച ക്രിസ്തുവിൻ്റെയോ നാമത്തിൽ ഒരു കാര്യം പോലും, ഒരു വാക്ക് പോലും, ഒരു പ്രവൃത്തി പോലും ചെയ്യാതെ മടങ്ങിപ്പോയ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവർ ഓർമ്മിക്കപ്പെടണമെന്ന് പറഞ്ഞാണ് അയാളത് എഴുതുന്നത്. നിങ്ങൾ ജനിച്ചു, ജീവിച്ചു, മരിച്ചു, ചെയ്ത അത്ഭുതം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ഇങ്ങനെ തലയും താഴ്ത്തി മടങ്ങിപ്പോകുന്ന വിധത്തിൽ നമ്മുടെ ജീവിതങ്ങളിപ്പോൾ എന്തേലും ചെയ്യണ്ടേന്നേ. അവൻ്റെ പേരിൽ, അവൻ്റെ നാമത്തിൽ ജീവിക്കുമ്പോൾ അവനൊത്ത ഫലം പുറപ്പെടുവിക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ ഇങ്ങനെ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യും. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയും. അത് ഗൗരവത്തോടെ എടുക്കേണ്ട കാര്യമാണ്. ഈ ഫലം പുറപ്പെടുവിക്കാത്ത അത്തിമരത്തെ കർത്താവ് ശപിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് പല എക്സ്പ്ലനേഷൻസും കാണാം. പക്ഷേ ഫലം പുറപ്പെടുവിക്കുക എന്നുള്ളത് അത് അവൻ്റെ നാമത്തിൽ ജീവിക്കുന്ന മനുഷ്യരുടെ നിയോഗമാണ്, ഉത്തരവാദിത്വമാണ്, ബാധ്യതയും കടമയുമാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് ഇന്നത്തെ സുവിശേഷം. ഫേസ്ബുക്ക് കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് പരിചയമുള്ളൊരു ചേട്ടൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണ കണ്ടപ്പോൾ ഒന്നെടുത്ത് നോക്കിയതാണ്. ഒരു മരത്തിൻ്റെ താഴെ തുടങ്ങി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഉണങ്ങി വിണ്ട് ഇപ്പോൾ വീഴുമെന്നുള്ള നിലയിൽ അതിൻ്റെ തായ്തടി നിൽക്കുന്നുണ്ട്. വേരേതാണ്ട് പുറത്ത് കാണുന്ന വിധത്തിലായിട്ടുണ്ട്. അതിൻ്റെ തലക്കെട്ട് കൊണ്ടാണ് ശ്രദ്ധിച്ചത്. ഒരു വൃദ്ധരായ മനുഷ്യർക്ക് പ്രണാമം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു തലക്കെട്ടിട്ട് അവിടുത്തെ അതിങ്ങനെ മുകളിലിട്ട് പതിയെ പോയി ഇങ്ങനെ ക്യാമറ പൊങ്ങുമ്പോൾ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ പച്ചപ്പ് നിറഞ്ഞ ഇലകൾ, അതിനുള്ളിൽ ഒരുപാട് ഫ്രൂട്ട്സ്, ഒരുപാട് ഫലങ്ങൾ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തന പുസ്തകത്തിലെ 1-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുവചനം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണ് അവനാരാണെന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ നിയമത്തിൽ ആനന്ദിക്കുന്നവൻ, കർത്താവിൻ്റെ നാമം രാവും പകലും ധ്യാനിക്കുന്നവൻ. ഈശോയിൽ നിലനിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അവനിലിങ്ങനെ നിരന്തരം മനസ്സർപ്പിച്ച് ജീവിക്കുന്ന മനുഷ്യർക്ക് സാഹചര്യങ്ങൾ എന്താണെങ്കിലും ഫലം പുറപ്പെടുവിച്ചല്ലേ പറ്റുള്ളൂ. അത് ഫലം പുറപ്പെടുവിക്കുവാനുള്ള ശക്തി തീർച്ചയായിട്ടും കർത്താവ് തന്നെ കൊടുക്കും എന്നുള്ളതാണ് ഉറപ്പ്. എത്ര പേരെയാണ് കർത്താവ് ഇങ്ങനെ ഉപകരണങ്ങളാക്കിയിട്ടുള്ളത്? പ്രായം നോക്കാതെ, കഴിവ് നോക്കാതെ, ആരോഗ്യം നോക്കാതെ എത്രയോ മനുഷ്യർ അവന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്ന ആറ്റുതീരത്ത് നട്ട വൃക്ഷം പോലെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അവനിൽ ജീവിക്കുന്നത് കൊണ്ട്, അവൻ്റെ നിയമം ധ്യാനിക്കുന്നത് കൊണ്ട്.